2016 പെൻഷൻ 600 രൂപ കൊടുക്കുമ്പോൾ UDF ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 100 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ 18 മാസത്തെ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ബാക്കിയാണ്. എത്ര ക്രൂരമായ സംഭവം! പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ടുന്ന ഈ ചെറിയ കാശ് കൊടുക്കാതെ കുടിശ്ശികയിട്ട ഒരു കാലം. 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർത്തതാരാ? സഖാവ് AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഇത് കൊടുത്തു തീർത്തത്. പെൻഷൻ ഇപ്പോൾ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. പെൻഷൻ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കല്ലേ? ഇതാണ് ഒരു പ്രശ്നം. എന്തായിരുന്നു സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട പ്രശ്നം? സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വലിയ തോതിലുള്ള ശ്രമം നടന്നു. സ്കൂളുകൾ വിൽപ്പനയ്ക്ക് വെച്ച കാലം അതായിരുന്നില്ലേ UDF ഗവൺമെന്റിന്റെ കാലം? പരീക്ഷ എഴുതിയിട്ടും പുസ്തകം കാണാൻ കഴിയാത്ത കാലം. അന്ന് ചില അധ്യാപകർ ചെയ്തെന്താണെന്നറിയോ? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു പഠിക്കാൻ. ഇതായിരുന്നു UDF ഗവൺമെന്റിന്റെ കാലം. നിയമന നിരോധനം അടിച്ചേൽപ്പിച്ചു. വിലക്കയറ്റം രൂക്ഷമായി. പൊതുവിതരണ സമ്പ്രദായം തകർത്തു. ഇങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട നാനാ പ്രശ്നങ്ങളിൽ പ്രതികൂലമായ നടപടികൾ സ്വീകരിച്ചു. പൊതുവിതരണ സമ്പ്രദായം തകർന്ന ഒരു കാലം. പൊതുമേഖലാ വ്യവസായങ്ങൾ നഷ്ടത്തിലേക്ക് പോയി, അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് പോയി. 2016 ശേഷം ജനിച്ചവർക്ക് 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടികൾ, അവർക്ക് ഈ കേരളത്തിൽ ലോഡ് ഷെഡിങ് എന്താണ്, പവർ കട്ട് എന്താണ്, ഈ അനുഭവം അവർക്കുണ്ടോ? ഈ അനുഭവം അവർക്കുണ്ടായില്ല. പല മേഖലകളും ഇരുട്ടിലൂടെ കടന്നു പോകുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടായി. ഇതായിരുന്നു കേരളത്തിന്റെ സ്ഥിതി. ആ സ്ഥിതിയിൽ നിന്ന് കേരളം മാറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചു? ഒന്നും വിശദീകരിക്കാൻ കഴിയുന്നതല്ല. ദേശീയപാതാ വികസനം. ദേശീയപാത വികസന രംഗത്ത് UDF ഗവൺമെന്റ് അന്ന് ഇതിന്റെ ആപ്പീസ് പൂട്ടി സ്ഥലം വിട്ടതാണ്. നിലച്ചുപോയി. മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നു. ദേശീയപാതാ വികസന പദ്ധതി ഏറ്റെടുത്തു. 6000-ൽ പരം കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നൽകി. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണത്. എന്തായിരുന്നു താല്പര്യം? ദേശീയപാതാ വികസനം സാധ്യമാക്കണം, പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കണം. ഇത് വരുന്നത് കേരളത്തിന്റെ ഭാവിക്ക് ആവശ്യമാണ്. കൂടുതൽ സംരംഭങ്ങളിലേക്ക് പോകാൻ, കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ ഇത് സാധ്യമാവുകയാണ്. UDF ഗവൺമെന്റ് കാലത്ത് ഇട്ടുപോയ, നിഷേധിച്ച ഈ പദ്ധതി ഇപ്പോൾ 444 കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഏതാനും മാസങ്ങൾക്കകം ദേശീയപാത അതിന്റെ ഏറിയ ഭാഗവും ഈ നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. അതാണ് കേരളം കൈവരിക്കുന്ന നേട്ടം. മലയോര ഹൈവേ, തീരദേശപാത, ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് യാഥാർത്ഥ്യമായില്ലേ? മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാത്ത സ്ഥലങ്ങളിൽ അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത. വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാവില്ല എന്നല്ലേ പറഞ്ഞത്? യാഥാർത്ഥ്യമായല്ലോ.
പണി തുടങ്ങിയല്ലോ. ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ നീളമുള്ള തുരങ്കപാതയായി വയനാട് തുരങ്കപാത മാറുകയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയില്ലേ? ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കാണ് ജോലി കിട്ടാൻ പോകുന്നത്. ഈ സ്റ്റേറ്റിന്റെ വരുമാനം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ ഭവന പദ്ധതി എന്തായിരുന്നു ഇതിനെക്കുറിച്ചുള്ള നിലപാട്? 2021 UDF ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകളിൽ ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച 4 മിഷനുകളും പിരിച്ചുവിടും. ലൈഫ് ഭവന പദ്ധതി മുന്നോട്ട് വെച്ച ലൈഫ് മിഷൻ, ആർദ്രം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തെ ലക്ഷ്യം വെച്ച് തുടങ്ങിയിട്ടുള്ള ആർദ്രം മിഷൻ, വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സമ്പൂർണമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിഷൻ, ഇതെല്ലാം നിർത്തലാക്കും എന്നാണ് UDFന്റെ കാലത്ത് പറഞ്ഞത്. 21 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു. ഇതെല്ലാം നിർത്തലാക്കും എന്ന് പറഞ്ഞവരെ കേരളത്തിലെ ജനങ്ങൾ തോൽപ്പിച്ചു. അതായിരുന്നു 21 അനുഭവം.